പക്ക ലോക്കൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സറൗണ്ടിൻ്റെ കണക്ടിവിറ്റി, സറൗണ്ട് എങ്ങനെ മൗണ്ട് ചെയ്തിരിക്കുന്നു, പിന്നെ അതിൻ്റെ എവിടെ നിന്ന് വാങ്ങിക്കുന്നത്, അതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഡീറ്റെയിൽസാണ്. നമ്മൾ ലൈവ് സൗണ്ട് ഇടാൻ പറ്റാത്ത കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് ഭയങ്കര ഇഷ്യൂ ആണ്. അത് നിങ്ങൾ ഷോറൂമിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. QRSലുണ്ട്, പിന്നെ പിട്ടാപ്പള്ളി ഏജൻസി ഉണ്ട്, പിന്നെ ഓക്സിജൻ ഡിജിറ്റൽ, അവിടെ പിന്നെ ലുലു മാൾ, ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര സമയം വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള MP3 വീഡിയോ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ വെച്ച് ചെക്ക് ചെയ്യാം. നിങ്ങളെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ടോ, അത് സറൗണ്ടിലാണോ. പിന്നെ പണ്ടത്തെ ഹൈഫൈ പോലത്തെ സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. ഇത് വരുന്നത് സറൗണ്ട്, ഇത്രയും അതിനകത്ത് വരുന്ന സ്പീക്കർ എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ സൗണ്ട് എല്ലാം വരുന്നത്. അല്ലാതെ ഹൈഫൈ സിസ്റ്റം പോലെ അത് മാത്രമല്ല, ഇത് ഹാളിനകത്താണെങ്കിൽ മാത്രമേ ഒരു എഫക്റ്റും വരത്തുള്ളൂ. അത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മ്യൂസിക് സെന്ററിനകത്ത് ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൗണ്ടുകളെല്ലാം കറക്റ്റായിട്ട് വരും. മ്യൂസിക് നല്ല ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പോയി തന്നെ ചെക്ക് ചെയ്ത് വേണം വാങ്ങിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ പോയി ചാടിയാൽ വാങ്ങിക്കരുത്. 32-34 വിലയുണ്ട്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ QRSലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ചെക്ക് ചെയ്ത്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇതിന്റെ കണക്ടിവിറ്റി വീഡിയോ ആണ് എടുത്ത് വരുന്നത്. ഇത് പവർ യൂണിറ്റ്. ഇനി ഇവിടെ കളർ കോഡ് ശ്രദ്ധിക്കണം. എപ്പോഴും ആ കളർ കോഡ് വെച്ചിട്ട് അതനുസരിച്ച് മാത്രമേ ഇത് കണക്ട് ചെയ്യാവൂ. ഈ കളർ കോഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഇത് സൗണ്ട് ബാറിൻ്റെതാണ്. ആ കളർ കോഡ് ഇവിടെ ഉണ്ട്, അതനുസരിച്ചിട്ട് തന്നെ നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് സറൗണ്ടിൽ പ്രത്യേക കളർ കോഡ്, 2 സെക്കൻഡിൻ്റെ കളർ കോഡാണ്. അതനുസരിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇതനുസരിച്ച് കണക്ട് ചെയ്തിട്ടാണ് കണക്ട് വരത്തുള്ളൂ. പിന്നെ TV-യിലോട്ട് പോകുന്ന HDMI ARC കേബിൾ, HDMI ഔട്ട് എന്നുള്ള എഴുതിയിട്ടുണ്ട്. TV-യിൽ HDMI ARC എന്നുള്ള ഔട്ടുള്ള ഇന്നുള്ള TV-യിൽ മാത്രമേ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഔട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് വാൾ മൗണ്ട്, ഇതിൻ്റെ വാൾ മൗണ്ടിലാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ്. അപ്പോൾ സറൗണ്ട് സ്പീക്കേഴ്സാണ് ഈ കാണിക്കുന്നത്. ഇത് സെക്കൻഡ് സറൗണ്ട് സ്പീക്കർ, പിന്നെ സൗണ്ട് ബാർ TV-യുടെ ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ തൊട്ട് താഴെയായിട്ട് ഞാൻ സബ്വൂഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ബാക്കി നിങ്ങളുടെ ഷോറൂമിൽ തന്നെ പോയി മ്യൂസിക്ക് നിങ്ങൾ ആവശ്യമുള്ളത് കേട്ട് ഇഷ്ടപ്പെടുന്നത് മാത്രം വാങ്ങിക്കുക. പിന്നെ വീഡിയോയിലുള്ള സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ 5.1 സൗണ്ട് വരുന്ന വീഡിയോസ് തന്നെ എടുക്കണം. അപ്പം 5.1 സൗണ്ട് വരുന്നത് ഏകദേശം 1.5 GB 2 GB പുറത്ത് വരും. അങ്ങനത്തെ മൂവിയിൽ വരുന്ന സൗണ്ടുകളാണ് കറക്റ്റ് 5.1 സറൗണ്ടിൽ വരുന്നത്. ഇല്ലെങ്കിൽ അത് സറൗണ്ടായിട്ട് തന്നെ വരും. സ്റ്റീരിയോ ഇത് 2 ചാനൽ ആയിരിക്കും, പക്ഷേ ആ എഫക്റ്റേ കിട്ടും. സറൗണ്ട് എഫക്റ്റേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പ്യുവർലി ആ കറക്റ്റ് അത് സിനിമയ്ക്ക് അനുസരിച്ചുള്ള വരുന്നതെങ്കിൽ 5.1 സൗണ്ട് വരുന്ന വീഡിയോസിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ ഹോട്ട്സ്റ്റാറിലോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോയിലുള്ള സൗണ്ട് നിങ്ങൾക്ക് സറൗണ്ടിൽ നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ 5.1 ഓഡിയോ വരുന്ന വീഡിയോ ഫയലുകൾ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീട്ടിൽ അനുഭവിക്കാൻ സാധിക്കും. എനിക്കത് പറ്റുന്നുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ അത് ഇഷ്ടപ്പെട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കുന്നത് ആലോചിക്കുക. ഓക്കെ.